ഈ ദിവസം ഇതുവരെയുള്ള വാർത്തകളുമായി പകൽ വാർത്ത തുടങ്ങുന്നു. തലക്കെട്ടുകൾ നോക്കാം. SDPIയുടെ സദാചാര ആക്രമണത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ പ്രതികളെ തേടി പോലീസ്. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. കുറിപ്പിൽ സുഹൃത്തിനെ കുറിച്ച് പരാമർശമില്ല. ഇതുവരെ അറസ്റ്റിലായത് 3 SDPI പ്രവർത്തകർ. നിലമ്പൂരിലെ അന്തിമ പോളിംഗ് ശതമാനം 75.27. 48% വരെ വോട്ട് നേടുമെന്ന് LDF. നഗരസഭയിൽ ആധിപത്യം നേടും. UDF പ്രതീക്ഷ 5000-നും 10,000-നും ഇടയിൽ ഭൂരിപക്ഷം. മുസ്ലിം വോട്ടുകൾ അൻവറിന് പോകുമെന്ന് ആശങ്ക. ഇറാനോട് മയമില്ലാതെ ഇസ്രയേൽ. അമേരിക്ക നേരിട്ട് ഇടപെട്ടില്ലെങ്കിലും ഒറ്റയ്ക്ക് പോരാട്ടം തുടരുമെന്ന് നെതന്യാഹു. സൊറോക്ക ആശുപത്രിയല്ല, ഇസ്രയേലിന്റെ സൈനിക കേന്ദ്രമാണ് ലക്ഷ്യമിട്ടതെന്ന് ഇറാൻ. യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇറാനുമായുള്ള ചർച്ച ഇന്ന്. തരൂരിനോട് തൽക്കാലം തർക്കത്തിനില്ലെന്ന് കോൺഗ്രസ്. വിശ്വാസമെന്ന് കെ മുരളീധരൻ. കോൺഗ്രസ് പ്രസിഡന്റിനെയും രാഹുൽ ഗാന്ധിയെയും കാണാൻ ശശി തരൂർ. ഗവർണറുമായുള്ള പോരിൽ നിയമോപദേശം തേടി സർക്കാർ. തൽക്കാലം രാജ്ഭവനിലെ പരിപാടികളിൽ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനം. ഭാരതാംബയുടെ ചിത്രം നീക്കില്ലെന്ന നിലപാടിൽ രാജ്ഭവനും. രാജ്ഭവനിലേക്കുള്ള SFI മാർച്ചിൽ സംഘർഷം. ലഹരി ഉപയോഗിക്കില്ലെന്ന സത്യവാങ്മൂലം സിനിമാ പ്രവർത്തകരിൽ നിന്ന് എഴുതി വാങ്ങാൻ നിർമ്മാതാക്കൾ. വേതന കരാറിനൊപ്പം ഇതും നിർബന്ധമാക്കും. എല്ലാ നടീനടന്മാർക്കും ബാധകം. ശുഭ്മാൻ ഗില്ലിന് ക്യാപ്റ്റനായി അരങ്ങേറ്റം. ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റ് ലീഡ്സിൽ. കോഹ്ലിയും രോഹിത്തും വിരമിച്ച ശേഷമുള്ള ആദ്യ പരീക്ഷണം. മത്സരം ഉച്ചയ്ക്ക് ശേഷം. കണ്ണൂർ കായലോട്ട് ആൺ സുഹൃത്തിനോട് സംസാരിച്ചതിന് ആൾക്കൂട്ട വിചാരണ നേരിട്ടതിൽ മനംനൊന്ത് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ്. പോലീസ് കണ്ടെടുത്ത യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഈ സുഹൃത്തിനെതിരെ പരാമർശങ്ങളൊന്നുമില്ല. ആൾക്കൂട്ട വിചാരണയ്ക്കിരയായ ഇയാൾ ഒളിവിലാണ്. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തെന്നും ആത്മഹത്യാക്കുറിപ്പിൽ ആൾക്കൂട്ട വിചാരണ നേരിട്ടതിൽ മനംനൊന്താണ് ആത്മഹത്യ എന്ന സൂചനയുണ്ട് എന്നുമാണ് വിവരങ്ങൾ. ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് യുവതി ജീവനൊടുക്കിയ കേസിൽ നിർണായകമായ ആത്മഹത്യാക്കുറിപ്പാണ് പോലീസ് കണ്ടെടുത്തത്. 3 പേജുള്ള കുറിപ്പിൽ ഒരിടത്തും യുവതിയുടെ ആൺ സുഹൃത്തിനെ കുറിച്ച് പരാമർശമില്ല. സുഹൃത്തുമായി സംസാരിച്ചിരിക്കെ ഒരു സംഘമെത്തി ഭീഷണിപ്പെടുത്തുകയും പരസ്യ വിചാരണ നടത്തുകയും ചെയ്തു. ഇവയുടെ വിശദാംശങ്ങൾ ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. യുവാവിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയും ക്രൂരമർദ്ദനത്തിനും ഇരയാക്കി. സദാചാര പോലീസിംഗ് നടന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. മറ്റു തരത്തിൽ ഭീഷണിപ്പെടുത്തിയോ എന്നും അന്വേഷിച്ചു വരികയാണ്. തലശ്ശേരി ASPയുടെ നേതൃത്വത്തിൽ ഒരു ടീം നമ്മൾ ഈ കേസിന്റെ അന്വേഷണത്തിന് വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലായിട്ടുള്ള പ്രതികളെ മനസ്സിലാക്കുന്ന പക്ഷം, കൂടുതൽ ഒഫൻസ് വെളിവാകുന്ന പക്ഷം അതിനെ തുടർന്നുള്ള സമഗ്രമായുള്ള പോലീസ് നടപടി. റസീനയുടെ ബന്ധു ഉൾപ്പെടെ 3 പേരാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇവർ SDPI പ്രവർത്തകരാണ്. പറമ്പായിലെ റഹീസ്, മുബഷിർ, ഫൈസൽ എന്നിവരെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത്. ഇതിൽ ഇവരുടെ ബന്ധുവായ റഹീസ് ഉൾപ്പെടുന്നു. പ്രതികളുടെ ഫോൺ കോളുകൾ പരിശോധിച്ചതിൽ നിന്ന് കൂടുതൽ പേർ ഉണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതേസമയം മകൾ ആൾക്കൂട്ട വിചാരണ നേരിട്ടിട്ടില്ലെന്നും പോലീസ് അറസ്റ്റ് ചെയ്തവർ നിരപരാധികളെന്നുമാണ് റസീനയുടെ കുടുംബത്തിന്റെ പ്രതികരണം. ന്യൂസ് 18 കാസർഗോഡ്. ഭാരതാംബ ചിത്ര വിവാദത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിൽ ഗവർണറും സർക്കാരും. ഭാരതാംബയുടെ ചിത്രം മാറ്റാൻ സാധിക്കില്ലെന്നാണ് രാജ്ഭവന്റെ നിലപാട്. ഇതോടെ സത്യപ്രതിജ്ഞ ഒഴികെ ഇനി രാജ്ഭവനിൽ സർക്കാർ പരിപാടികൾ ഒഴിവാക്കാനാണ് സർക്കാരിന്റെ നീക്കം. ഇക്കാര്യത്തിൽ നിയമപരമായ നടപടികളിലേക്ക് കടക്കാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് നിയമ സെക്രട്ടറിയോട് സർക്കാർ ഉപദേശം തേടി. അതേസമയം മന്ത്രി ശിവൻകുട്ടിയുടെ പ്രോട്ടോകോൾ ലംഘനത്തിൽ രാജ്ഭവൻ കൂടുതൽ നടപടികളിലേക്ക് കടക്കില്ല. ഇന്നലെയാണ് രാജ്ഭവനിൽ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതിൽ പ്രതിഷേധിച്ച് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയത്. പിന്നാലെ രാജ്ഭവനും സർക്കാരും നിലപാട് കടുപ്പിച്ചു.
ഭാരതാംബയുടെ ചിത്രം അവിടെ നിന്ന് മാറ്റാൻ സാധിക്കില്ലെന്നും എല്ലാ ചടങ്ങുകൾക്കും ചിത്രം അവിടെ തന്നെ ഉണ്ടാകുമെന്നുമാണ് രാജ്ഭവന്റെ നിലപാട്. ഇതോടെ ഇനി രാജ്ഭവനിൽ സർക്കാർ പരിപാടികൾ നടക്കാനുള്ള സാധ്യത മങ്ങുകയാണ്. സത്യപ്രതിജ്ഞ ഒഴികെയുള്ള സർക്കാർ പരിപാടികൾ ഇനി രാജ്ഭവനിൽ വെച്ച് നടത്തില്ലെന്നാണ് സർക്കാരിന്റെ തീരുമാനം. ഇതിനായി നിയമപരമായ നടപടികളിലേക്ക് കടക്കാനും സർക്കാർ നീക്കം തുടങ്ങി. വിവാദത്തിൽ സർക്കാരിന് എന്തൊക്കെ ചെയ്യാനാകുമെന്ന് ലോ സെക്രട്ടറിയോട് നിയമോപദേശം തേടിയിട്ടുണ്ട്. രാജ്ഭവനിലെ പരിപാടിയിൽ എന്തൊക്കെ ചിഹ്നങ്ങൾ വെക്കണമെന്ന പ്രോട്ടോകോൾ നിലവിലുണ്ടോ, ഇക്കാര്യത്തിൽ മന്ത്രിസഭയ്ക്ക് ഉപദേശം നൽകാനാവുമോ എന്നീ കാര്യങ്ങളിലാണ് ചീഫ് സെക്രട്ടറി നിയമോപദേശം തേടിയത്. മറുപടിക്ക് ശേഷം സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കും. ഇന്ത്യയുടെ ഭരണഘടനയിൽ എവിടെയാണ് ഗവർണറുടെ പടത്തിലുള്ള ഇന്ത്യയുടെ മാപ്പ്? അത് ഇന്ത്യയുടെ മാപ്പല്ല, ഭരണഘടനയിലുള്ള ഇന്ത്യ മാപ്പല്ല. അത് അഖണ്ഡ ഭാരതത്തിന്റെ സങ്കല്പം വെച്ചുള്ളതാണ്. എവിടെ ഇന്ത്യൻ ഭരണഘടനയിലെ കാവിക്കൊടിയുള്ളത്? എന്നാൽ മന്ത്രിക്കെതിരായ പ്രസ്താവനയിൽ വിവാദം അവസാനിപ്പിക്കാനാണ് രാജ്ഭവന്റെ തീരുമാനം. പ്രോട്ടോകോൾ ലംഘനത്തിൽ വി ശിവൻകുട്ടിക്കെതിരെ രാജ്ഭവൻ കൂടുതൽ നടപടികളിലേക്ക് കടക്കില്ല. എങ്കിലും മന്ത്രി വി ശിവൻകുട്ടിയോടുള്ള അതൃപ്തി ഗവർണർ മുഖ്യമന്ത്രിയെ അറിയിച്ചേക്കും. അങ്ങനെയെങ്കിൽ ഭരണഘടനാ കീഴ്വഴക്കം ചൂണ്ടിക്കാട്ടി മറുപടി നൽകാനാണ് സർക്കാരിന്റെ തീരുമാനം. CPM തുടർന്ന് സ്വീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ നിലപാടുകളുടെ തുടക്കം മാത്രമാണിതെന്നാണ് രാജ്ഭവന്റെ വിലയിരുത്തൽ. ഗവർണറായി ചുമതല ഏറ്റെടുത്ത ശേഷം സർക്കാരുമായി സംയമനത്തിന്റെ പാതയിലായിരുന്ന രാജേന്ദ്ര അർലേക്കർ സർക്കാരിനെതിരെ ഇതുവരെ കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടില്ല. എന്നാൽ പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗവർണറുടെ തുടർ നീക്കങ്ങൾ എന്താകുമെന്ന് കണ്ടറിയണം. അതേസമയം മന്ത്രി വി ശിവൻകുട്ടിയുടെ നടപടി കോൺഗ്രസ് സ്വാഗതം ചെയ്തു. അല്ല, ഇന്നലെ ശിവൻകുട്ടിയുടെ തീരുമാനത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്നായി, അത് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ മുഖ്യമന്ത്രി ഒരു കാര്യം ചെയ്യാം, ഈ ഒളിച്ചുകളി അവസാനിപ്പിച്ച് ഗവർണർക്ക് ശക്തമായിട്ട് കത്ത് നൽകുക. രാജ്ഭവനെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിൽ നിന്ന് ഗവർണർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് SFI പ്രതിഷേധം ശക്തമാക്കി. രാജ്ഭവനിലേക്ക് നടത്തിയ SFI പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. വിവാദത്തിൽ ഗവർണറുമായി പോര് കനക്കുന്നതിനിടെ ഗവർണറുടെ ചുമതലകൾ പാഠ്യവിഷയമാക്കാൻ ഒരുങ്ങി സർക്കാർ. ഗവർണറുടെ ഭരണപരമായ അധികാരങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തും. ഈ വർഷത്തെ 10ാം ക്ലാസ് പാഠപുസ്തകത്തിലാണ് ഗവർണറുടെ ചുമതലകൾ ഉൾപ്പെടുത്തുക. പുതിയ സംസ്ഥാന പോലീസ് മേധാവിയെ തീരുമാനിക്കുന്നതിൽ അനിശ്ചിതത്വം. ഈ മാസം 30-ന് നിലവിലെ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കും. അതേസമയം പുതിയ DGPയെ തീരുമാനിക്കാൻ UPSC യോഗം ഇതുവരെ ചേർന്നില്ല. യോഗം ചേരാനുള്ള സമയം പിന്നിട്ടിരിക്കെ എന്ന് ചേരുമെന്ന് സംസ്ഥാനത്തെ അറിയിച്ചിട്ടുമില്ല. ഇതോടെ താൽക്കാലിക പോലീസ് മേധാവിയെ നിയമിക്കാനും സാധ്യത ഏറുകയാണ്. ഈ മാസം 30-ന് മുൻപ് UPSC യോഗം ചേർന്ന് 3 പേരുടെ പട്ടിക സംസ്ഥാനത്തിന് തിരികെ അയച്ചില്ലെങ്കിൽ താൽക്കാലിക പോലീസ് മേധാവിയെ നിയോഗിക്കാനുള്ള സാഹചര്യമാകുമുണ്ടാകുക. 6 പേരുകൾ അടങ്ങിയ പട്ടികയാണ് സംസ്ഥാനം കേന്ദ്രത്തിന് കൈമാറിയിട്ടുള്ളത്. നിതിൻ അഗർവാൾ, രവത ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, മനോജ് എബ്രഹാം എന്നിവരിൽ ഒരാൾ താൽക്കാലിക മേധാവിയാകാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള രവത ചന്ദ്രശേഖർ കേരളത്തിലെത്തി പോലീസ് മേധാവിയാകാൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. UPSCക്ക് രണ്ടാമതും MR അജിത് കുമാറിന്റെ പേര് സംസ്ഥാനം കൈമാറുകയും ചെയ്തു. അന്തിമ പട്ടിക തയ്യാറാക്കാനുള്ള UPSC യോഗത്തിന്റെ തീയതി ഇനിയും തീരുമാനിച്ചില്ല. DGP പട്ടികയിൽ ഇടം പിടിക്കാനുള്ള ചരടുവലികളും തർക്കങ്ങളുമെല്ലാം നടക്കുന്നതിനിടെയാണ് സംസ്ഥാനത്തിന്റെ സമീപകാല ചരിത്രത്തിൽ ആദ്യമായി ഒരു താൽക്കാലിക DGP ഭരണത്തിന് സാധ്യത തെളിയുന്നത്. സംസ്ഥാനം നൽകിയ പട്ടിക പരിശോധിച്ച് UPSC അന്തിമ പട്ടിക നൽകിയാൽ മാത്രമേ സംസ്ഥാനത്തിനൊരാളെ DGPയായി തിരഞ്ഞെടുക്കാനാകൂ. എന്നാൽ UPSC യോഗത്തിന്റെ തീയതി ഇതുവരെ നിശ്ചയിക്കുകയോ എന്ന് ചേരുമെന്ന അറിയിപ്പ് സംസ്ഥാനത്തിന് ലഭിക്കുകയോ ചെയ്തിട്ടില്ല. മെയ് 21-ന് പോലീസ് മേധാവി വിരമിച്ച കർണാടകയിലും ഇതുവരെ UPSC യോഗം ചേർന്ന് അന്തിമ പട്ടിക കൈമാറിയിട്ടില്ല. അവിടെയും താൽക്കാലിക DGPയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. നിലമ്പൂരിൽ കണക്കുകളിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് UDFും LDFും. 5000-നും 10,000-നും ഇടയിൽ ഭൂരിപക്ഷം നേടുമെന്ന് UDF കണക്കുകൂട്ടുമ്പോൾ ഇത്തവണ ജയിക്കുമെന്ന് തന്നെയാണ് LDFിന്റെ പ്രതീക്ഷ. അതിനിടെ 75.27% നിലമ്പൂരിലെ പോളിംഗ്. നിലമ്പൂരിൽ സഖാവ് കുഞ്ഞാലിക്ക് ശേഷം പാർട്ടി ചിഹ്നത്തിൽ M സ്വരാജ് ജയിക്കുമെന്ന് LDF കരുതുന്നതിന്റെ കാരണങ്ങൾ ഇപ്രകാരമാണ്. LDFിന്റെ ഉറച്ച പഞ്ചായത്തുകളായ അമരമ്പലത്തും പോത്തുകലിലും മികച്ച ലീഡ് സ്വന്തമാക്കും. നഗരസഭയിലും LDFിന് അനുകൂലമായ സാഹചര്യമുണ്ട്. വഴിക്കടവിലും മൂത്തേടത്തും UDF മുന്നേറിയാലും അമരമ്പലവും പോത്തുകല്ലും നഗരസഭയും വെച്ച് LDFിനത് മറികടക്കാൻ കഴിയും. എടക്കരയിലും ചുങ്കത്തറയിലും കരുളായിലും ഒപ്പത്തിനൊപ്പം നിൽക്കാനും കഴിയും.
പുതിയ വോട്ടർമാരിൽ ഭൂരിഭാഗവും സ്വരാജിന് വോട്ട് ചെയ്തു എന്നാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ. നായർ, ഇഴവ വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടുകളിലും LDF പ്രതീക്ഷ വയ്ക്കുന്നു. ഇതിനെല്ലാം പുറമെ UDFന്റെ കോട്ടകളിൽ അൻവർ നേടുന്ന വോട്ടുകൾ ഗുണം ചെയ്യുക LDFനാകുമെന്നാണ് വിലയിരുത്തൽ. ജമായത്തെ വിഷയവും VV പ്രകാശിന്റെ കുടുംബത്തിന്റെ നിലപാടും അടിയൊഴുക്കുകളാകുമെന്നും LDF കരുതുന്നു. നല്ല പ്രതീക്ഷയാണ്, നല്ല വിജയപ്രതീക്ഷയാണ്. മികച്ച വിജയം LDF നേടും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ആ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ യാതൊരു മാറ്റവുമില്ല. നിലമ്പൂരിൽ ഒരു മാറ്റം പ്രകടമായിരുന്നു. തീർച്ചയായിട്ടും LDFന് മികച്ച വിജയം നിലമ്പൂർ നൽകും എന്ന ഉറച്ച പ്രതീക്ഷയാണ് ഉള്ളത്. ആര്യടൻ ഷൗക്കത്ത് 5000-നും 10,000-നും ഇടയിൽ ഭൂരിപക്ഷം നേടുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. അമരമ്പലം ഒഴികെ വഴിക്കടവിലും മൂത്തേടത്തും ഇടക്കരയിലും മികച്ച മുന്നേറ്റം നടത്താൻ കഴിയുമെന്നാണ് UDFന്റെ വിലയിരുത്തൽ. പോത്തുകലിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുമെന്നും UDF കണക്കാക്കുന്നു. കാലങ്ങളായി UDFന് ലഭിക്കാത്ത വോട്ടുകളാകും അൻവർ നേടുക. അതിനു പുറമെ അൻവർ നേടുന്ന വോട്ടുകളിൽ ഭൂരിഭാഗവും LDFിൽ നിന്നാകും. അതുകൊണ്ട് തന്നെ അൻവർ നേടുന്ന വോട്ടുകൾ UDFന് തിരിച്ചടിയാകില്ല. ഭരണവിരുദ്ധ വികാരം, മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ തുടങ്ങിയവ വോട്ടായി മാറുമെന്നും UDF പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ VV പ്രകാശിന്റെ കുടുംബത്തിന്റെ നിലപാട് അൻവർ വിഷയത്തിൽ ലീഗിനെ പരിഗണിച്ചില്ലെന്ന ആരോപണം ക്രൈസ്തവ വോട്ടുകൾ BJPയിലേക്ക് ചായുമോ എന്ന ആശങ്കയും UDFനുണ്ട്. PV അൻവർ നേടുന്ന വോട്ടുകൾ ജയപരാജയം നിശ്ചയിക്കുന്നതിൽ നിർണായകമാകുമെന്ന് ഇരുമുന്നണികളും വിലയിരുത്തുമ്പോൾ ചാലിയാറിലെ കുത്തൊഴുക്ക് പോലെ ശക്തമായ അടിയൊഴുക്കുണ്ടായാൽ ആരാകും നിലതെറ്റി വീഴുക എന്നത് കാത്തിരുന്ന് കാണണം. ന്യൂസ് 18 മലപ്പുറം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 5000-ൽ കുറയാത്ത ഭൂരിപക്ഷത്തിൽ UDF വിജയിക്കുമെന്ന് K മുരളീധരൻ. സർക്കാരിന്റെ വിലയിരുത്തലാകും തെരഞ്ഞെടുപ്പ് ഫലം. UDF ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം UDFനെ ബാധിച്ചില്ലെന്നും സ്വരാജ് ഗംഭീര സ്ഥാനാർത്ഥിയായിരുന്നു എന്ന അഭിപ്രായമില്ലെന്നും K മുരളീധരൻ പറഞ്ഞു. പൊതുവായിട്ടുള്ള നിലമ്പൂരിന്റെ ഒരു പഴയ ചരിത്രം വെച്ച് ഇങ്ങോട്ടുള്ള ഇലക്ഷൻ പരിശോധിച്ചാൽ എന്ത് വന്നാലും 5000 വോട്ട് മിനിമം, അത് എത്ര വേണമെങ്കിലും ഉയരാം. 5000-ൽ കുറയാത്ത വോട്ടിന് UDF തീർച്ചയായിട്ടും നിലമ്പൂർ ജയിക്കും. പ്രധാനമായും ജയിക്കാനുള്ള ഒരു 4 സാഹചര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, UDF ഒറ്റക്കെട്ടായി തന്നെ അവിടെ പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് കോൺഗ്രസും മുസ്ലിം ലീഗുമായി വളരെ ഐക്യത്തിലാണ് പ്രവർത്തിച്ചത്. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വമൊന്നും ഒരു കണക്കിന് UDFനെ ബാധിക്കില്ല. അദ്ദേഹം തൃപ്പൂണിത്തറയിൽ 5 വർഷം MLA ആയിട്ട് പിന്നീട് നടന്ന ഇലക്ഷനിൽ അദ്ദേഹം പരാജയപ്പെട്ടല്ലോ. അതുകൊണ്ട് സ്വരാജ് അത്ര ഒരു ഗംഭീര സ്ഥാനാർത്ഥിയാണെന്നും ഞങ്ങൾക്ക് അഭിപ്രായമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷെ അതൊന്നും ഇലക്ഷനിൽ ഞങ്ങളെ ബാധിക്കില്ല. നിലമ്പൂരിൽ BJP വോട്ട് LDFന് ചോർന്നെന്ന സാധ്യത തള്ളാതെ മുസ്ലിം ലീഗ്. BJP LDF സഹകരണം പ്രകടമാകാൻ സാധ്യതയുള്ള മണ്ഡലമാണ് നിലമ്പൂർ. ഇത് സംബന്ധിച്ച് ബൂത്ത് കണക്കുകൾ UDF ശേഖരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ വിലയിരുത്തലല്ല നിലമ്പൂർ തെരഞ്ഞെടുപ്പെന്നും PK കുഞ്ഞാലിക്കുട്ടി ന്യൂസ് 18നോട് പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. നിലമ്പൂരിൽ ജയിക്കുമെന്ന് UDF ഇത്ര ഉറപ്പോടെ പറയുന്നത് എന്തുകൊണ്ടാണ്? താഴത്തുനിന്ന് കിട്ടുന്ന റിപ്പോർട്ട് ആണ് അതിന് കാരണം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നേതൃത്വം കൊടുക്കുന്നത് ബൂത്ത് കമ്മിറ്റികളല്ലേ. ബൂത്തിൽ നിന്ന് കിട്ടുന്ന കണക്കനുസരിച്ച് കംഫർട്ടബിൾ മെജോറിറ്റി UDFന് ഉണ്ടാവും എന്നാണ്. അതാണ് ഇങ്ങനെ ഒരു യൂണിഫോമായിട്ടുള്ള യുനാനിമസ് ആയിട്ടുള്ള അഭിപ്രായം വരുന്നതിൻ്റെ കാരണം. ഏതെങ്കിലും അടിയൊഴുക്കുകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നും ഇല്ല. UDFന്റെ വോട്ട് ചോർന്നിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. LDF പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അൻവറിന് വേണ്ടി ലീഗ് ശക്തമായ നിലപാടെടുത്തിട്ടും അത് അംഗീകരിച്ചില്ല. അതിൽ അണികൾക്ക് പ്രതിഷേധമുണ്ട്. അത് അൻവറിന് അനുകൂലമായിട്ട് വോട്ടായി മാറും എന്നൊരു കണക്ക്, അല്ലെങ്കിൽ ഒരു കണക്കൂട്ടൽ അവർക്കുണ്ട്. അല്ല, അങ്ങനെ ഒരു ദുർവ്യാഖ്യാനം കൊണ്ടൊരു കാര്യമില്ല. കാരണം ഞങ്ങളുടെ വോട്ട് ചോരൽ പതിവില്ല. ഞങ്ങളുടെ വോട്ട് രാഷ്ട്രീയ തീരുമാനം എടുത്ത പോലെ എല്ലാവർക്കും കിട്ടും. അതല്ലാത്തൊരു ശേഷം ഈ കാര്യത്തിലും ഉണ്ടാവില്ല. കാരണം ലീഗ് പറയാനുള്ളത് UDFിൽ ആ ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ UDF ഒരു തീരുമാനം എടുത്താൽ പിന്നെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അതാണ് ഞങ്ങളുടെ രീതി. BJPയിൽ നിന്നൊരു വോട്ട്, വലിയൊരു ശതമാനം വോട്ട് CPMന് അനുകൂലമായിട്ട് മാറി എന്ന തരത്തിലൊരു വിലയിരുത്തലും വരുന്നുണ്ട്, പ്രത്യേകിച്ച് ചില കമ്മ്യൂണിറ്റികളിൽ നിന്ന്. അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ടോ? അല്ല, കമ്മ്യൂണിറ്റി വൈസ് ഒന്നും ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. അത് എനിക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഏത് വോട്ട് എങ്ങോട്ട് മാറി എന്നുള്ളത് ഇനി ബൂത്ത് തലത്തിൽ നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. ഈ അവർ തമ്മിൽ ഉള്ള സഹകരണവും നിസ്സഹകരണവും ഒക്കെ പ്രകടമാകുന്ന മണ്ഡലമാണ് നിലമ്പൂർ. തെരഞ്ഞെടുപ്പ് ഫലം പ്രതിപക്ഷ നേതാവിനെ കൂടി വിലയിരുത്തുന്നതായിരിക്കും? അങ്ങനൊന്നുമില്ല. UDF എടുത്ത എല്ലാ തീരുമാനവും ഒരുമിച്ചെടുത്തതാണ്. അല്ലാതെ
കോഴിക്കോട് തിരുവമ്പാടിയിൽ PV അൻവറിനെ പങ്കെടുപ്പിച്ച് KMCC കുടുംബസംഗമം നടത്തിയതിൽ നടപടി. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. അബ്ദുറഹ്മാൻ, മുസ്ലിം ലീഗിന്റെയും പോഷക സംഘടനാ ഭാരവാഹികളായ അറഫി കാട്ടിപ്പരുത്തി, ഫൈസൽ മാതംവീട്ടിൽ, റഫീഖ് പുല്ലൂരാമ്പാറ എന്നിവർക്കെതിരെയാണ് നടപടി. മുസ്ലിം ലീഗ് നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിച്ച് GCC KMCC തിരുവമ്പാടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സംഗമം. കോൺഗ്രസ് നേതൃത്വത്തിനെതിരായ ശശി തരൂരിന്റെ വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന വിമർശനങ്ങൾക്ക് മറുപടി നൽകേണ്ടെന്ന നിലപാടിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം. പരസ്യ പ്രതികരണങ്ങൾ നടത്തി തരൂരിനെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ട എന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. അതേസമയം തരൂരിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ ജാഗ്രതയോടെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിരീക്ഷിക്കുന്നുണ്ട്. ലേഖന വിവാദത്തിനും വിദേശ പര്യടനത്തിനിടയിലെ മോദി സ്തുതിക്കും പിന്നാലെ പാർട്ടി അഭിമാന പോരാട്ടം നടത്തുന്ന നിലമ്പൂരിലെ വിധി ദിനത്തിൽ നേതൃത്വത്തെ വെട്ടിലാക്കിക്കൊണ്ട് തരൂർ നടത്തിയ പ്രതികരണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയ ബോധപൂർവമായ നീക്കമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പാർട്ടിയോട് അനിഷ്ടമില്ലെന്ന് പറയുകയും നേതൃത്വത്തിനെതിരെ തുടർച്ചയായി കടന്നാക്രമണം നടത്തുകയും ചെയ്യുന്നതാണ് തരൂരിന്റെ നീക്കങ്ങളിൽ അഭ്യൂഹങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ക്ഷണം ലഭിച്ചില്ലെന്ന തരൂരിന്റെ പരിഭവം താരപ്രചാരകരുടെ പട്ടിക പുറത്തുവിട്ട് അടിസ്ഥാനരഹിതമെന്ന് നേതൃത്വം പ്രതിരോധിക്കുമ്പോഴും പരസ്യ പ്രതികരണത്തിന് മുതിർന്ന നേതാക്കൾ തയ്യാറാകാത്തത് ഹൈക്കമാൻഡ് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലെന്നാണ് സൂചന. അല്ല, അതിൽ ഒരു ഗ്യാപ്പ് വന്നു. മറ്റൊന്നുമല്ല, അദ്ദേഹം ഡെലിഗേഷന്റെ ഭാഗമായിട്ട് വിദേശത്താണെന്ന് പത്രങ്ങളിലൊക്കെ വാർത്തയുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ആകെ 2 ദിവസമാണ് ഡൽഹിയിലേക്ക് വന്നത്. ആ സമയത്ത് പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഒരു ഡിസ്കഷനൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം അവൈലബിൾ ആണോ എന്ന് അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ബന്ധപ്പെടാതിരുന്നത്. തരൂരിനെ പ്രവർത്തക സമിതി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്നതുൾപ്പെടെ കടുത്ത അച്ചടക്ക നടപടിക്ക് ദേശീയ നേതൃത്വം തയ്യാറാകണമെന്ന നിലപാടിലാണ് സംസ്ഥാനത്ത് നിന്നുള്ള ഒരു വിഭാഗം നേതാക്കൾ. എന്നാൽ തരൂരിനെതിരെ തിടുക്കത്തിൽ നടപടിക്ക് മുതിർന്നാൽ BJP അത് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. പിന്നെ നമുക്കെല്ലാം അറിയാം, ഈ ദിവസങ്ങളിൽ അദ്ദേഹം വിദേശത്തായിരുന്നു അധികം നാളുകളിലും. അതേപോലെ തന്നെ ഡൽഹിയിലായിരുന്നു. കേരളത്തിൽ വന്നോന്ന് തന്നെ എനിക്കറിയില്ല. എല്ലാവരും അങ്ങോട്ട് വന്ന് ഇലക്ഷന് സഹകരിക്കുകയായിരുന്നു. പ്രത്യേകിച്ചൊന്നും അതിൽ പറയാനില്ല. അതേസമയം നേതൃത്വവുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന ശശി തരൂരിന്റെ തുറന്നു പറച്ചിൽ ഇനിയും തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നതിന്റെ സൂചനയായാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ കരുതുന്നത്. നയതന്ത്ര രംഗത്തെ ഉന്നത പദവിയിലേക്ക് ശശി തരൂരിനെ കേന്ദ്ര സർക്കാർ പരിഗണിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഏറുന്നതിനിടയിലാണ് റഷ്യൻ സന്ദർശനത്തിനായി തരൂർ തലസ്ഥാനം വിട്ടിരിക്കുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. കോൺഗ്രസ് നേതൃത്വത്തിനെതിരായ ശശി തരൂരിന്റെ വിമർശനങ്ങളോടുള്ള പ്രതികരണത്തെക്കുറിച്ചാണ് റിപ്പോർട്ട്. മറ്റൊരു വാർത്തയിലേക്ക്. ഇറാൻ ഇസ്രയേൽ സംഘർഷം 8ാം ദിനവും രൂക്ഷമായി തുടരുന്നു. ഇസ്രയേലിലെ 4 കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തി. ഇസ്രയേലിന്റെ ഇന്റലിജൻസ് ആസ്ഥാനം ആക്രമിച്ചെന്നും ഇറാൻ അവകാശവാദം ഉന്നയിച്ചു. അതേസമയം സംഘർഷത്തിൽ അമേരിക്ക ഇടപെടണോ എന്നതിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സായുധ സംഘർഷത്തിൽ അമേരിക്ക നേരിട്ട് പങ്കാളിയാകുമെന്ന ആശങ്ക നിലനിൽക്കെ പരസ്പരം ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രയേലും ഇറാനും. ഇസ്രയേലിലെ 4 കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തി. ടെല്ലവീവിനോട് ചേർന്ന പ്രദേശങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ കെട്ടിടങ്ങൾക്കടക്കം വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇസ്രയേലി നഗരങ്ങളിൽ ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചെന്നും വിവരമുണ്ട്. ഇസ്രയേലിന്റെ മിലിറ്ററി ഇന്റലിജൻസ് ക്യാമ്പിന് നേരെ ആക്രമണം നടത്തിയെന്ന അവകാശവാദവും ഇറാൻ ഉന്നയിച്ചു. ഇസ്രയേൽ ആക്രമണത്തിൽ കിഴക്കൻ ടെഹ്റാനിൽ വൻ നാശനഷ്ടം സംഭവിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. അതേസമയം സംഘർഷത്തിൽ അമേരിക്ക ഇടപെടണോ എന്നതിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. I have a message directly from the president, and I quote, "Based on the fact that there's a substantial chance of negotiations that may or may not take place with Iran in the near future, I will make my decision whether or not to go within the next 2 weeks." That's a quote directly from the president for all of you today. എന്നാൽ ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രയേലിന് ആരുടെയും സഹായം ആവശ്യമില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു നിലപാട് വ്യക്തമാക്കി. ועל מה הוא נשען? על מה כל ציר הרשע הזה? על מה כל האיום במזרח התיכון? איראן. ואם אנחנו, איך אומרים את זה באנגלית? cut them down to size. അതിനിടെ ഇറാനുമായി യൂറോപ്യൻ യൂണിയന്റെ സുപ്രധാന സമവായ യോഗവും ഇന്ന് നടക്കും. ചർച്ചയിൽ ഇറാന്റെ നിലപാടനുസരിച്ചായിരിക്കും തുടർ നീക്കങ്ങളിൽ US തീരുമാനമെടുക്കുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
ഇറാൻ ഇസ്രയേൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ തുടരുകയാണ് വിദേശകാര്യ മന്ത്രാലയം. ഓപ്പറേഷൻ സിന്ധുവിലൂടെ അടുത്ത ഘട്ടം ഒഴിപ്പിക്കൽ തുർക്ക്മെനിസ്ഥാനിൽ നിന്നായിരിക്കും. 350-ലേറെ പേരുടെ അഭ്യർത്ഥന ലഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സാഹചര്യം കൂടുതൽ രൂക്ഷമായാൽ ഇസ്രയേലിൽ നിന്ന് 36,000 ഇന്ത്യക്കാരെയെങ്കിലും ഒഴിപ്പിക്കേണ്ടി വരുമെന്നാണ് വിദേശ മന്ത്രാലയത്തിന്റെ കണക്കുകൂട്ടൽ. ഇറാനിൽ നിന്ന് 10,000-ത്തിലധികം പേരെയും ഒഴിപ്പിക്കേണ്ടി വന്നേക്കും. കൊല്ലം കൊട്ടാരക്കരയിൽ ട്രാൻസ്ജെൻഡേഴ്സിന്റെ സമരത്തിനിടെയുണ്ടായ അക്രമത്തിൽ കൂടുതൽ അറസ്റ്റുണ്ടാവും. SHO ഉൾപ്പെടെ 10 പോലീസുകാർക്കും സമരക്കാർക്കും ഇന്നലെ ഉണ്ടായ അക്രമത്തിൽ പരിക്കേറ്റിരുന്നു. ഇവർ ചികിത്സയിലാണ്. 20ഓളം പേരാണ് ഇന്നലെ അറസ്റ്റിലായത്. സിനിമാ ഷൂട്ടിങ്ങിനിടെ ലഹരി ഉപയോഗിക്കില്ലെന്ന സത്യവാങ്മൂലം സിനിമാ പ്രവർത്തകരിൽ നിന്ന് എഴുതി വാങ്ങാൻ ഒരുങ്ങി കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. സിനിമാ ചിത്രീകരണ സമയത്തോ അതുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന സ്ഥലങ്ങളിലോ ലഹരി ഉപയോഗിക്കില്ലെന്നാണ് എഴുതി നൽകേണ്ടത്. നടീനടന്മാരടക്കം സിനിമയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ്. വേതന കരാറിനൊപ്പം ഈ സത്യവാങ്മൂലം കൂടി നിർബന്ധമാക്കിയേക്കും. ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 മുതൽ നിബന്ധന നടപ്പിൽ വരുത്തും. സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ FEFCയ്ക്കും അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്കും ഇത് സംബന്ധിച്ച കത്തും സത്യവാങ്മൂലവും കൈമാറി. ബീഹാറിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് NDA. മുഖ്യമന്ത്രി നിതീഷ് കുമാറും മോദിക്കൊപ്പം പങ്കെടുത്തു. സംസ്ഥാനത്ത് 5,700 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി 400 കോടിയിലധികം രൂപ ചെലവിൽ നിർമ്മിച്ച വൈശാലി ഡിയോറിയ റെയിൽവേ ലൈൻ പദ്ധതിയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഈ പാതയിൽ ഒരു പുതിയ ട്രെയിൻ സർവീസും ആരംഭിച്ചു. മുസാഫർപൂർ ബേട്ടിയ വഴി പാട്ലിപുത്ര ഗോരഖ്പൂർ വന്ദേ ഭാരത് എക്സ്പ്രസും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. मोतिहारी, बेतिया और आरा जैसे बिहार के सारे इलाके फले फूले इस दिशा में ये प्रोजेक्ट बड़ी भूमिका निभाएंगे. इनसे गरीब, वंचित, दलित, महादलित, पिछड़े, अति पिछड़े, हर समाज का जीवन आसान होगा. मैं बिहार की जनता को, आप सभी को इन प्रोजेक्ट्स के लिए बहुत बहुत बधाई देता हूं. मैं अभी जब आप लोगों के बीच से आ रहा था, अभी कल ही बारिश हुई, सुबह भी थोड़ा बारिश का लाभ आया. इसके बावजूद भी इतनी बड़ी 5,700 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത്. തത്സമയം സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി റോഡ് ഷോയ്ക്ക് ശേഷമുള്ള ചടങ്ങിൽ. മറ്റു വാർത്തകൾ കൂടി നോക്കാം. കർണാടക പോലീസ് പണം ആവശ്യപ്പെട്ടു എന്ന പരാതിയുമായി പെരിങ്ങോട്ടുകര ക്ഷേത്രം തന്ത്രി ഉണ്ണി ദാമോദരന്റെ കുടുംബം പീഡനക്കേസിൽ നിന്ന് ഒഴിവാക്കാൻ 2 കോടി രൂപ ആവശ്യപ്പെട്ടെന്ന് കാട്ടി തൃശൂർ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ തന്ത്രിയുടെ ഭാര്യ പരാതി നൽകി. ബെല്ലന്തൂർ പോലീസ് മാനസികമായി പീഡിപ്പിച്ചെന്നും പരാതിയിലുണ്ട്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ഇന്നലെ ഈ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന ആരോപണമാണ് ഉന്നയിച്ചതെങ്കിൽ ഇന്നിപ്പോൾ പരാതി ഒഴിവാക്കി കൊടുക്കാൻ അല്ലെങ്കിൽ കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാൻ കൈക്കൂലി ചോദിച്ചു എന്ന ആരോപണമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ഈ പരാതിക്കാരിയായിട്ടുള്ള സ്ത്രീ, അതായത് തന്ത്രിക്കും മരുമകനുമെതിരെ പരാതി നൽകിയിരിക്കുന്ന സ്ത്രീ പ്രവീൺ എന്ന് പറയുന്ന അവരുടെ പിതാവിന്റെ സഹോദരന്റെ മകനാണ്. മകന്റെ കാമുകിയാണ് എന്നുള്ള ആരോപണമായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഉണ്ണിമായ ഉന്നയിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രവീൺ പലതവണ ബാംഗ്ലൂരിലെത്തുകയുണ്ടായി. കഴിഞ്ഞ 4 മാസത്തോളമായി ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ട് പ്രവീൺ നിരന്തരം വന്നു പോവുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്യുന്നത് തെളിവ് സഹിതം പോലീസിനെ ബോധ്യപ്പെടുത്തിയിട്ട് പോലും ബെല്ലന്തൂർ പോലീസ് തങ്ങളോട് നടത്തിയിരുന്ന അല്ലെങ്കിൽ തങ്ങളോട് ഉണ്ടായിരുന്ന സമീപനം അങ്ങേയറ്റം മോശമായിരുന്നു. മാത്രമല്ല, ഇത് തങ്ങൾക്ക് പോലീസിന് വ്യക്തമാണ് ഈ കാര്യത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും ഇത് നിങ്ങളുടെ എതിർകക്ഷികൾ, അതായത് ഈ
കുടുംബമായി ബന്ധപ്പെട്ടുള്ള തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവർ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് പോലീസിന് വ്യക്തത ഉണ്ടായിരുന്നതായി പോലീസ് തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നിട്ട് പോലും ഈ കേസ് പിൻവലിക്കാനോ അല്ലെങ്കിൽ പ്രവീണിനെതിരെ നടപടിയെടുക്കാനോ പോലീസ് തയ്യാറായില്ല. മാത്രമല്ല 2 കോടി രൂപ കൈക്കൂലി നൽകിയാൽ മാത്രമേ ഈ കേസ് പിൻവലിക്കാനുള്ള സാഹചര്യമുള്ളൂ എന്ന് ബലന്തൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ വ്യക്തമാക്കിയതായി ഇവരോട് പറഞ്ഞതായി തന്നെ ഇവർ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചിട്ടുണ്ട്. ഇതിനെതിരെയാണ് ഇവർ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. പരാതിയുടെ ഒരു ഉള്ളടക്കം തന്നെ ഇതാണ്. അതായത് പോലീസ് സ്റ്റേഷനിൽ നിന്നും നിരന്തരം മാനസികമായ പീഡനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നിരന്തരം ഈ കേസുമായി ബന്ധപ്പെട്ട് തങ്ങളെ കേസിൽ കൊടുക്കും, അല്ലെങ്കിൽ അച്ഛനെ കേസിൽ കൊടുക്കും, തങ്ങളുടെ പേര് ചീത്തയാക്കും എന്നുള്ള തരത്തിലുള്ള നിരന്തരമായി മാനസികമായി പീഡിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല കേസ് കള്ളക്കേസാണെന്ന് അറിഞ്ഞിട്ട് പോലും അതിൽ നടപടിയെടുക്കാതെ കൂടുതൽ അതായത് കൈക്കൂലി വാങ്ങുന്ന തരത്തിലേക്ക് പണം ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലേക്കുമാണ് പോലീസ് പോയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരണം, ഇത് പോലീസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് തന്നെയാണ് തന്ത്രിയുടെ ഭാര്യ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം ഈ പ്രവീണിനെതിരെ ഉള്ള 5 FIRകൾ പ്രവീണിനും കുടുംബത്തിനുമെതിരെ നേരത്തെ തന്നെ ഈ കുടുംബവുമായി പെരിങ്ങോട്ടുകര ദേവസ്ഥാനവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിനുണ്ടായ തർക്കത്തിൽ, അതായത് ഇവർ ഡയാലിസിസ് സെന്റർ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ തർക്കമാണ്. ഇത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പോയാൽ തങ്ങളിലേക്ക് ലഭിക്കാൻ പോകുന്ന സമ്പത്ത് മറ്റുള്ളവരിലേക്ക് പോകുമെന്നുള്ള തർക്കത്തെ തുടർന്നാണ് ഈ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിൽ തർക്കമുണ്ടാകുന്നത്, കുടുംബത്തിൽ തർക്കമുണ്ടാകുന്നത്. കുടുംബ വഴക്കിന്റെ ബാക്കിയായിട്ടാണ് ഈ പരാതി വന്നത് എന്നാണ് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഇപ്പോഴാണ് പോലീസിനെതിരെ, കർണാടകയിലെ ബലന്തൂർ പോലീസിനെതിരെ വലിയൊരു ആരോപണവുമായി അവർ വീണ്ടും രംഗത്തെത്തുന്നത്. പരാതിയും നൽകിയിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് KSRTC ഡ്രൈവറുടെ അപകടയാത്ര. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ദീർഘദൂരം വാഹനം ഓടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കാസർഗോഡ് ഡിപ്പോയിൽ നിന്നും പുറപ്പെട്ട KSRTC ബസ്സിലെ ഡ്രൈവർ KM കൃഷ്ണഭട്ടാണ് അപകടകരമാം വിധത്തിൽ വാഹനം ഓടിച്ചത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ലാൻഡ് ചെയ്ത ബ്രിട്ടന്റെ F-35 ഫൈറ്റർ ജെറ്റ് OLXൽ വിൽക്കാനിട്ടിട്ടുണ്ടെന്ന പോസ്റ്റ് വ്യാജം. F-35 ഉള്ളത് CISFന്റെ അതീവ സുരക്ഷയിലാണ്. പ്രചരിക്കുന്ന പോസ്റ്റ് വ്യാജമാണെന്നും സാധാരണ OLX പോസ്റ്റുകളുടെ രീതിയല്ലെന്നും ഫാക്ട് ചെക്കിൽ കണ്ടെത്തി. ഇതാണ് ബ്രിട്ടന്റെ F-35 ഫൈറ്റർ ജെറ്റ് OLXൽ വിൽപ്പനയ്ക്കെന്ന തരത്തിൽ പ്രചരിച്ച പോസ്റ്റ്. എന്നാൽ ഈ പോസ്റ്റ് വ്യാജമാണെന്നാണ് കണ്ടെത്തൽ. ആഴക്കടലിലെ സൈനികാഭ്യാസത്തിനിടെ ഇന്ധനക്കുറവ് മൂലമാണ് 14-ാം തീയതി F-35 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയത്. CISFന്റെ അതീവ സുരക്ഷയിലാണ് F-35 വിമാനത്താവളത്തിൽ കിടക്കുന്നത്. എന്നാൽ ഇതിനിടെയാണ് F-35 OLXൽ വിൽപ്പനയ്ക്കെന്ന തരത്തിൽ ചിത്രങ്ങൾ പ്രചരിച്ചത്. ഫുള്ളി ഓട്ടോമാറ്റിക്, സെക്കൻഡ് ഓണർ, ബ്രാൻഡ് ന്യൂ ടയർ, ന്യൂ ബാറ്ററി എന്നതൊക്കെയാണ് പ്രത്യേകതകളായി നൽകിയിരിക്കുന്നത്. ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ CISF തന്നെ രംഗത്തെത്തി. അന്തർദേശീയ ബന്ധങ്ങളും രാജ്യസുരക്ഷയും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി F-35 വിമാനത്തിന് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും എക്സിൽ കുറിച്ചു. വിമാനത്തിന് കാവൽ ഏർപ്പെടുത്തിയ ചിത്രങ്ങളും പങ്കുവച്ചിരുന്നു. എന്നാൽ OLX പോസ്റ്റ് എന്ന തരത്തിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ വ്യാജമാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. വൈറൽ പോസ്റ്റും ചിത്രങ്ങളും വിശദമായി പരിശോധിച്ചപ്പോൾ പോസ്റ്റ് ചെയ്ത വ്യക്തിയുടെ പേര് ഡൊണാൾഡു ട്രംപൻ എന്നാണ്. കൂടുതൽ പരിശോധനയിൽ യഥാർത്ഥ OLX പോസ്റ്റുകളുടെ രീതിയിലല്ല വൈറൽ പോസ്റ്റ് എന്നും വ്യക്തമായി. OLX ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധനയിലും ഇത്തരമൊരു പോസ്റ്റും ലഭ്യമായില്ല. കൂടാതെ കേരളത്തിൽ നിന്ന് OLXൽ നിന്ന് വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന വസ്തുക്കൾക്ക് US ഡോളറിലാണ് വിലയിട്ടിരിക്കുന്നത്. ഇതോടെ പോസ്റ്റ് കൃത്രിമമായി നിർമ്മിച്ചതാണെന്ന് വ്യക്തമായി. മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിർ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. ഹൈക്കോടതി സമയം നീട്ടി നൽകിയതിനെ തുടർന്നാണ് ഇന്ന് ഹാജരാകാത്തത്. ഈ മാസം 27-ന് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൗബിനും സഹനിർമ്മാതാക്കളായ ബാബു ഷാഹിർ,
ഷോൺ ആന്റണി എന്നിവരും നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലാണ്. കേസ് വീണ്ടും ഈ മാസം 23-ന് പരിഗണിക്കും. സിനിമയ്ക്കായി പലപ്പോഴായി മുടക്കി 7 കോടി രൂപയോ ലാഭവിഹിതമോ തിരിച്ചു നൽകിയില്ല എന്നായിരുന്നു അരൂർ സ്വദേശി സിറാജ് വലിയതറ പരാതിയിൽ പറയുന്നത്. ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമക്കൽ തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകളാണ് നിർമ്മാതാക്കൾക്കെതിരെ ചുമത്തിയത്. കടലാക്രമണം പരിഹരിക്കാൻ നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഉപവാസ സമരവുമായി വൈദികർ. കണ്ണമാലി മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള തീരം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ആലപ്പുഴ, കൊച്ചി രൂപതകളിലെ വൈദികരാണ് ഉപവസിക്കുന്നത്. കഴിഞ്ഞ 6-7 വർഷമായി കൊച്ചിയുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന, പ്രത്യേകിച്ച് കണ്ണമാലി മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള പ്രദേശങ്ങളിൽ തീരദേശങ്ങളിൽ താമസിക്കുന്നവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കടലാക്രമണം. ഇവർക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്തത്ര ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ്. വീടുകൾ ഭാഗികമായും പൂർണ്ണമായും കടലെടുക്കുന്നതും റോഡുകൾ കടലെടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഈ കഴിഞ്ഞ മഴയിലൊക്കെ ഈ കണ്ണമാലി ഭാഗത്തുള്ളവർ അനുഭവിക്കുന്ന ദുരിതം എത്രത്തോളമാണെന്ന് നമ്മൾ നേരിട്ട് കണ്ടറിഞ്ഞതുമാണ്. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കൊച്ചി, ആലപ്പുഴ രൂപതകളുടെ ഉപവാസ ധർണ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. BOT പാലത്തിന് സമീപത്തായി. ഒരുപാട് വർഷങ്ങളായി നടക്കുന്ന പ്രശ്നമാണ് നിങ്ങളുടെ ഈ ഒരു പ്രതിഷേധം. പക്ഷെ ഇതുവരേക്കും ഒരു ഫലമുണ്ടായില്ല. ഇപ്പൊ എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഉപവാസ ധർണ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്? ഏറ്റവും പ്രത്യേകമായി കടൽ ഭിത്തി, ടെട്രോപാഡ് ഇപ്പോൾ ചെല്ലാനം ഭാഗത്ത് ചെയ്തതുപോലെ തന്നെ ഫോർട്ട് കൊച്ചി വരെ ആ ടെട്രോപാഡ് സംവിധാനം ചെയ്യണം. ഇന്ന് പുത്തൻതോട് വരെ ചെയ്തു. പക്ഷേ അതിൻ്റെ ഇപ്പുറത്ത് കണ്ണമാലി, ചെറിയൊടവ്, കാട്ടിപ്പറമ്പ്, മാനാശ്ശേരി ഭാഗത്തൊക്കെ വളരെ രൂക്ഷമായി കടൽ കയറി വീടുകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ശോചനീയമായ അവസ്ഥ. ഒരു വീട് വെക്കണമെങ്കിൽ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് വീട്. പക്ഷെ ആ വീട് മുഴുവനും ഒരു ദിവസം കൊണ്ട് നശിച്ചുപോയി. മനുഷ്യർ കഷ്ടപ്പെടുന്ന ദുരിതത്തിൻ്റെ കാഴ്ചയാണ് കണ്ണമാലി, ചെറിയടവ്, കാട്ടിപ്പറമ്പ്, മാനാശ്ശേരി, സൗദി ഈ സ്ഥലങ്ങളിലേക്കാണ്. ഞങ്ങളുടെ ആവശ്യം ശക്തമായ കടൽ ഭിത്തി ഉണ്ടാവുക, മനുഷ്യർക്ക് സുരക്ഷിതത്വം ഉണ്ടാവും. അത് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം. കളക്ടർ അടക്കം കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചകൾക്കൊടുവിൽ പറഞ്ഞിരുന്നത് ടെട്രോപോഡ് നിർമ്മാണം 10 ദിവസത്തിനുള്ളിൽ ആരംഭിക്കുമെന്നാണ്. പക്ഷേ ഇപ്പോൾ നൽകുന്ന വിശദീകരണം ഈ പ്രതികൂല കാലാവസ്ഥ കാരണം ടെട്രോപോഡ് നിർമ്മാണം നടത്താൻ കഴിയുന്നില്ല എന്നാണ്. പക്ഷെ അപ്പോഴും ദുരിതം അനുഭവിക്കുന്നത് നിരവധി തീരദേശത്ത് താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ഇവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം, അവരുടെ വീടുകൾ സംരക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഉപവാസ സമരം നടത്തിയിരിക്കുന്നത്. ക്യാമറമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് പുതിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും സംഘവും ഇന്ന് ഇറങ്ങുകയാണ്. ഉച്ചതിരിഞ്ഞ് 3:30-ക്കാണ് മത്സരം. സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ എന്നിവരില്ലാതെ ഇന്ത്യൻ ടീമിന്റെ ആദ്യ മത്സരമാണിത്. ഇംഗ്ലണ്ടിനെ ഓൾറൗണ്ടർ ബെൻ സ്റ്റോക്സ് ആണ് നയിക്കുന്നത്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 2025-27 സീസണിലെ ഇന്ത്യൻ ടീമിന്റെ ആദ്യ മത്സരം കൂടിയാണ് ഇത്. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി പ്രാദേശിക വാർത്തകളും വിശേഷങ്ങളുമായി സകലമാന കേരളം കാണാം. ഐഷത്തുൽ ഷംന ചേരും.